ഇപ്പൊ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കിന്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ്. ഇപ്പൊ രാത്രിയുടെ ഒരു 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവമാകുന്നത്. അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാള് ഒരു ശബ്ദം കേൾക്കുന്നു, അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു. അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതാണ്. ഇവിടെ എങ്ങനെ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണമെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കിന്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ്. ഇപ്പൊ രാത്രിയുടെ ഒരു 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവമാകുന്നത്. അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാള് ഒരു ശബ്ദം കേൾക്കുന്നു, അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു. അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതാണ്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്.